നമസ്കാരം. ചോസൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചോസനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBSന് 2ാം വർഷം പഠിക്കുന്ന സിസ്റ്റർ ഫ്ലോറൻസ് തെരേസ് CMC ആണ്. വ്യത്യസ്തമായ ഒരു ദൈവവിളിയുമായാണ് ഇന്ന് ചോസനിൽ സിസ്റ്റർ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കാണാം. സിസ്റ്റർ സ്വാഗതം. ഇപ്പോൾ സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകർക്ക്? ഞാൻ സിസ്റ്റർ ഫ്ലോറൻസ് തെരേസ്, പാലാ പ്രൊവിൻസ്, CMC കോൺഗ്രിഗേഷൻ. എൻ്റെ വീട് പാലായികൽ പ്ലാശനാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, മമ്മി, ചേട്ടായി, നാത്തൂൻ ചേച്ചി, അവർക്ക് 3 പിള്ളേർ. ഇത്രയുമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവർ. ഞാൻ പഠിച്ച് +2 കഴിഞ്ഞ് ഞാൻ BSc നഴ്സിംഗ് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ദൈവവിളി തിരഞ്ഞെടുത്ത് മഠത്തിൽ ചേരുന്നത്. സിസ്റ്ററിന്റെ ദൈവവിളി, അതായത് സിസ്റ്റർ ജോലിക്ക് ശേഷമാണ് അല്ലേ? നഴ്സിംഗ് കഴിഞ്ഞു ജോലി ചെയ്ത് ജോലിക്ക് ശേഷമാണ് പിന്നീട് മഠത്തിലേക്ക് പോകുന്നത് അല്ലേ? എന്തായാലും ഇത് നമ്മൾ അറിയുമ്പോൾ തന്നെ വളരെ അതായത് ആകാംക്ഷ തോന്നുന്നു, എങ്ങനെയായിരിക്കണം ആ ഒരു ദൈവവിളിയുടെ വഴി എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതലേ തന്നെ മഠത്തിൽ പോകണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ആര് ചോദിച്ചാലും ഞാൻ മഠത്തിൽ പോകുമെന്ന് എല്ലാവരോടും പറയുമായിരുന്നു. എന്താകാൻ ആഗ്രഹം എന്ന് നമ്മൾ പിള്ളേരോട് ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് മഠത്തിൽ പോകുമെന്നായിരുന്നു. കുഞ്ഞിലെ മുതലേ തന്നെ, അതൊരു 2-3 ക്ലാസ് മുതൽ തന്നെ ഞാൻ എല്ലാ ദിവസവും ഈശോയെ എന്നെ മഠത്തിൽ കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ കുഞ്ഞിലെ ആ ഇൻസ്പിറേഷൻ എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ, എന്നെ നഴ്സറി പഠിപ്പിച്ചത് ഒരു സിസ്റ്ററാണ്. അത് CMC സിസ്റ്ററാണ്. ഞങ്ങളുടെ പ്ലാശനാൽ ആ ഇടവകയിലെ കോൺഗ്രിഗേഷൻ CMC ആണ്. അപ്പോൾ അവരുടെ സ്നേഹവും കരുതലും ഒക്കെ ആയിരിക്കാം എന്നെ ആ ഒരു പ്രാർത്ഥനയിലോട്ട് നയിച്ചത്. അപ്പോൾ അന്ന് മുതലേ കിടക്കാൻ നേരത്ത് കട്ടിലിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് ശരിക്കും എന്താണ് ഈ മഠം അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ മഠത്തിൽ പോകണം, ആ ഒരു രൂപം, ആ ഒരു വേഷം, അതൊക്കെ നമുക്കൊരു അട്രാക്ഷൻ തരുമല്ലോ പിള്ളേർ. അപ്പോൾ മഠത്തിൽ പോകണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കട്ടിലിരുന്ന് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഞാൻ കിടന്നിട്ടില്ല. ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീട്ടിലെന്ന് വെച്ചാൽ കുടുംബം മുഴുവൻ ഒരു പ്രാർത്ഥന അന്തരീക്ഷമുള്ള കുടുംബമാണ്. പപ്പ, മമ്മി ഇവരെല്ലാം എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കുരിശ്, സന്ധ്യാപ്രാർത്ഥന ഇതെല്ലാം ക്രമമായി നടത്തുന്നു. അപ്പം സിസ്റ്റേഴ്സിനോടും അച്ഛന്മാരോടും ഒക്കെ നല്ല സ്നേഹം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ദൈവവിളി സ്വീകരിക്കുന്നതിനോടൊന്നും യാതൊരു തടസ്സങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. വീട്ടിൽ നിന്ന് യാതൊരു തടസ്സവും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അവർ ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ആ പ്രാർത്ഥനയിലൂടെ തന്നെ ആയിരിക്കാം എനിക്കിങ്ങനെ എന്നെ ഈശോ വിളിച്ചതും ആ ഒരു കുടുംബ അന്തരീക്ഷത്തിലൂടെ വളർന്നു വന്നതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ചെറുപ്പത്തിലെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ? ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കുമ്പോഴും വീട്ടുകാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു? പ്രോത്സാഹനം അങ്ങനെ പോകണം എന്നൊന്നും പറയില്ല അവർ. എനിക്ക് അങ്ങനെ പോകണമെന്ന് പറയില്ല. കേൾക്കും, അവർ ചിരിക്കും, അങ്ങനെ അത്രയേ ഉള്ളായിരുന്നു. അല്ലാതെ നീ മഠത്തിൽ പോകണമെന്ന് എനിക്ക് ഒരിക്കലും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് മറ്റ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണോ? അതിനുശേഷം എന്തുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് 10 +2 ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുമല്ലോ. 10 +2 കഴിയുമ്പോഴും എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. പക്ഷേ അത്രമാത്രം തീക്ഷ്ണതയോടെ പോയി കർത്താവിനെ സ്നേഹിക്കണം അങ്ങനെ ഒരു ആഗ്രഹമില്ല. പിന്നെ വീട്ടിൽ നിന്ന് അങ്ങ് എടുത്ത് പോരാനും അത്ര ഒരു ധൈര്യം അന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ പറയുമ്പം പറയും, ഓക്കെ നിനക്ക് പോകാം, നീ ഇപ്പോൾ കുറച്ചും കൂടെ വേണമെങ്കിൽ പഠിച്ചിട്ട് പിന്നെയും ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് പോകാം, അപ്പോൾ നീ കുറച്ചും കൂടെ പക്വത എത്തും, അപ്പോഴും നിൽക്കുവാണെങ്കിൽ നിനക്കത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും, അപ്പോൾ പഠിക്കാൻ പൊക്കോ
അപ്പം ഞാൻ ഓർത്തു ഓക്കെ പഠിക്കാൻ പോകാം, പിന്നെയും ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാം, അങ്ങനെ നേഴ്സിങ്ങിന് ചേരുമായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ചെറുപ്പം ഇപ്പോൾ ആ ഒരു 10ാം ക്ലാസ്സിലെ സമയത്തൊക്കെ പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പള്ളിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക? അങ്ങനെ ഒരു ആക്റ്റീവ് പ്രവർത്തകയൊന്നും അല്ലായിരുന്നു. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഒരു സാധാ രീതിയിലുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. അല്ലാതെ ഒത്തിരി ആക്റ്റീവായിട്ട് ജീസസ് യൂത്ത് അങ്ങനെയുള്ള യൂത്തിൻ്റെ ഇതിലൊന്നും അങ്ങനെ അംഗമായിട്ട് ചെയ്തിട്ടില്ല. ഈ ചെറുപ്പത്തിലെ ആ ഒരു നഴ്സറി കാലഘട്ടത്തിൽ ഒരു സിസ്റ്റർ പഠിപ്പിച്ചപ്പോൾ ആ സിസ്റ്ററിനോട് തോന്നി, അല്ലെങ്കിൽ ആ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിഷ്ടം? ആ സിസ്റ്ററിന് അതുപോലെ കരുതലായിരുന്നു, പിള്ളേരെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു അത് ഞാൻ മഠത്തിൽ ചേർന്ന് കഴിഞ്ഞു ആ സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ നിൽക്കാനിടയായിട്ടുണ്ട്. അപ്പോഴും സിസ്റ്റർ ആ നഴ്സറിയിലെ കാര്യം എന്നോട് പറയും, നീ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, അന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. ആ സിസ്റ്റർ ഇപ്പം മരിച്ചുപോയി. പക്ഷേ ഞാൻ മഠത്തിൽ ചേരുമ്പോഴും ആ സിസ്റ്റർ എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വെച്ച് പറയാം. അത്രയും പിള്ളേരെ കൈകാര്യം ചെയ്ത് അറിയാം. അത് വലിയൊരു ഭാഗ്യമാണല്ലേ, നഴ്സറിയിൽ നമ്മളെ പഠിപ്പിച്ച ആ ഒരു സിസ്റ്ററിന്റെ കൂടെ തന്നെ പിന്നീട് മഠത്തിൽ ചേർന്ന ഒരു സിസ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ. അതേ ആ സ്നേഹത്തോടെ ആ സിസ്റ്റർ അപ്പോഴും എന്നോട് കുഞ്ഞു പോലെ തന്നെ കണ്ട് സംസാരിക്കുകയും ഇടപെടുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഈ അതുകൊണ്ട് ഈ 10ാം ക്ലാസ് വരെ അങ്ങനെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടും കൂടുതൽ പ്രവർത്തനങ്ങളില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹം, ഉള്ളിൻ്റെ ഉള്ളിൽ മഠത്തിൽ പോകണമെന്നൊരു അതുകൊണ്ട് താനും വേറൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രായമായപ്പോഴത്തേക്കും ആരുമില്ലാത്ത ഒരാൾക്ക് ആരെങ്കിലും ആയിത്തീരുക. അപ്പോൾ അപ്പനില്ലാത്തവർക്ക് അപ്പനായിത്തീരുക, അതായത് അനാഥരായിട്ടുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളൊരു ഭയങ്കരമായ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ നേഴ്സിങ്ങിന് പോകുമ്പോഴും ഈ ആഗ്രഹം ഉള്ളിൽ കിടന്നിരുന്നു. അപ്പോൾ ആ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരിടത്തു നിന്നും തടസ്സം ഉണ്ടാകാതെ എല്ലാവർക്കും നന്മ ചെയ്തു പോകണം, അതായത് എല്ലാവരെയും ശുശ്രൂഷിക്കണം, അവർക്ക് ഒരു മകളായിട്ട് മാറണം, അവരൊരു അനാഥത്വം അനുഭവിക്കരുത്, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പം നേഴ്സിങ്ങിനാണ് പേഷ്യൻസിനോട് സംസാരിക്കുമ്പോഴും ഒക്കെ ആ ഒരു ആഗ്രഹം കടന്നു. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഉള്ളിൽ എന്നും നേഴ്സിങ്ങിൽ പഠിക്കുമ്പോഴും കട്ടിലിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഈ ആഗ്രഹം നടക്കണം, തിരിയൊക്കെ കത്തിച്ചു വെച്ചിരുന്ന് പ്രാർത്ഥിക്കും, എനിക്ക് മഠത്തിൽ പോകണം, ഇങ്ങനെ ഒത്തിരി പേരെ ശുശ്രൂഷിക്കണം, അവരിൽ ഒരാളായിട്ട് തന്നെ മരിക്കണം. അങ്ങനെ അതൊരു 10, 7, 8, 9, 10 ക്ലാസ്സുകൾ കഴിഞ്ഞ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയാണ്, എല്ലാ ദിവസവും 2 തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അത് ഞാൻ നേഴ്സിങ്ങിന് പോകുമ്പോൾ എനിക്ക് തന്നെ ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിന് ഞാനും തിരി കത്തിച്ച് വെച്ചിരുന്ന് ആ ഒരു ശീലം ഞാൻ തുടർന്നു. ഈശോയുടെ സംസാരിക്കുമായിരുന്നോ? ഈശോ എനിക്ക് ദൈവവിളി ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ചിന്തകളൊക്കെ വന്നിരുന്നു? ദൈവവിളി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒക്കെ ഒരു ചിന്ത നമുക്ക് അതായത് ഞാൻ നേഴ്സിംഗ് പഠിച്ച് ജോലി ചെയ്ത് കുറച്ച് 27 വയസ്സായപ്പോഴത്തേക്കും തീരുമാനമെടുക്കാനുള്ള ഒരു സമയമാകുമ്പം വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്, ഇനി തീരുമാനമെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്ട്രെസ്സായി. തീരുമാനം എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു മാറ്റമില്ലല്ലോ. 27 വയസ്സിലാണോ? 27 വയസ്സിലാണ് മഠത്തിൽ ഞാൻ വരുന്നത്. അപ്പം ലേറ്റാണ്. അപ്പം ആ ഒരു സമയത്ത് തീരുമാനം എടുക്കാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി, ഞാൻ എന്തെടുക്കും, പോകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അപ്പം കൂട്ടുകാരോടാണ്, അപ്പം അവിടെ കൂട്ടുകാരുണ്ടല്ലോ, മീൻസ് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ, അപ്പോൾ അവരോട് പറയുമ്പോൾ ഒരു തികച്ചും നെഗറ്റീവ് മറുപടി ആയിരിക്കുമല്ലോ പറയുന്നത്. പക്ഷെ അതൊന്നും എന്നെ ഏശുന്നില്ല, ഈ ആഗ്രഹത്തിന് കുറവൊന്നും വരുത്തുന്നില്ല. അപ്പം ഞാൻ ഈശോയോട് തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ദൈവവിളി ഉണ്ട്, ഞാൻ മഠത്തിൽ പോകണമെങ്കിൽ ഞാൻ 2 കാര്യം പറയും. ഒന്ന്, ഞാൻ ആരോടും ചോദിക്കത്തില്ല, മീൻസ് ഒരു സിസ്റ്ററിനോടും ഞാൻ നേരിട്ട് ചെന്നിട്ട് എനിക്കിങ്ങനെ മഠത്തിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട് എന്ന് ഞാൻ പറയില്ല. ആരെങ്കിലും അത് എന്നോട് ഇങ്ങോട്ട് പറയണം, എന്നോട് അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും എന്നോട് പറയണം. 2, ഞാൻ ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ ചെന്നാൽ 1 മാസത്തിൽ കൂടുതൽ ഞാൻ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര കാർക്കശ്യമായിട്ട് തന്നെയാണ് ഈശോയോട് പറയുന്നത്. 1 മാസത്തിൽ കൂടുതൽ ഞാൻ വീട്ടിൽ നിന്നാൽ അപ്പോൾ എനിക്കറിയാം അത് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടാകും. കാരണം ഞാൻ ഇത്രയും പ്രായമായിട്ട് വീട്ടിൽ അതിലേക്ക് ഞാൻ വരാം, ഇതിലേക്ക് വരാം. ഈ കാര്യം സിസ്റ്റർ നേരത്തെ പറഞ്ഞ കാര്യത്തോട് ഇപ്പം ഇത്രയും പ്രായമായിട്ട് 27 വയസ്സിലെ സിസ്റ്റർ മഠത്തിൽ പോണോ പോണ്ടേന്ന് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇപ്പൊ സിസ്റ്റർ ഒരു മോളല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ പാരൻസിന് സത്യം പറഞ്ഞാൽ ടെൻഷൻ വരില്ല? അതായത് ഇപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഒരു തീരുമാനം പറയുന്നില്ല, കെട്ടിച്ചു കൊടുക്കണോ അങ്ങനെ, അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ, അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെ എങ്ങനെ കടന്നുപോയേ? അവര് ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു, നിനക്കിങ്ങനെ തീരുമാനം എന്തെങ്കിലും എടുക്കണ്ടേ,
അപ്പോൾ ഞാൻ നെഗറ്റീവ്, അതിന് സമയമുണ്ടല്ലോ, ഞാൻ അതിനോടൊട്ടും പ്രോത്സാഹിപ്പിക്കത്തില്ല, അതിന് സമയമുണ്ടല്ലോ, ഞാൻ പറയാം, വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ പറയും. ഈ നഴ്സിംഗ് ജോലി ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടുകാർ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഒരു 25-26 വയസ്സ് വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. 2 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ പറയാനുള്ളത് പറഞ്ഞു, ഇനി തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് 1 മാസത്തെ സമയം ഞാൻ ചോദിച്ചത്. എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് സിസ്റ്റർ? വർക്ക് ചെയ്തത് ഡൽഹിയിലെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആശുപത്രി. പഠിച്ചത് ഹൈദരാബാദിലെ ഒരു ഹൈന്ദവ കോളേജ് ആയിരുന്നു, ഒരു ട്രസ്റ്റി കോളേജ്. കേരളത്തിന് പുറത്ത് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ പോയതാണോ? അല്ല, അന്ന് ഞാൻ കേരളത്തിൽ പഠിക്കണം, കിട്ടണമെങ്കിൽ പാടാണ്. പിന്നെ പാലായിന്ന് ശാലോമിന്ന് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ശാലോം വഴിയാണ് ഞാൻ, അപ്പം ചതിക്കപ്പെടത്തില്ലാത്ത ഒരു കോളേജിൽ നമുക്ക് അച്ഛന്മാരുമായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടായിരുന്നു കോളേജിൽ, അങ്ങനെ കൊണ്ടുപോയി ചേർത്ത്. അങ്ങനെ ചേർന്ന് അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം പിന്നെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു? ആഗ്രഹം ഒരിക്കലും പോയിട്ടില്ല. സിസ്റ്റർ അങ്ങനെ ചിന്തിച്ചോ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ദൈവവിളി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഇത്ര വർഷമൊന്നും ദൈവം ഇരുത്തില്ലല്ലോ, അല്ലെങ്കിൽ അത് +2 കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴോ എന്നെ ദൈവം വിളിച്ചുകൊണ്ട് പോകേണ്ടതല്ലേ? അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. അങ്ങനെ വല്ലതും വന്നിട്ടില്ല? എന്തിനാ എന്നിങ്ങനെ ജോലിക്ക്? ഞാൻ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ഗോൾ അവിടെ ഇതായി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വപ്നം, ഞാൻ നേഴ്സ് ജോലി ചെയ്യുന്നു, പിന്നീടൊക്കെ ഓരോരുത്തർ ചെയ്ത ആ ജോലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്, പിന്നീട് ഒരു സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ പോകുന്നില്ല. അങ്ങനെ ദൈവം എന്തുകൊണ്ട് എന്നെ നേരത്തെ വിളിച്ചില്ല, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ജോലി ചെയ്യുമ്പോഴും ഞാനൊരു സന്യാസിനി ആവണം, അല്ലെങ്കിൽ ആ തരത്തിൽ തന്നെയാണ് ജോലി ചെയ്ത് തുടർന്നുകൊണ്ടിരുന്നത് അല്ലേ? ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ 27 വയസ്സായപ്പോൾ പാരൻസ് പറയാണോ ചെയ്തേ, ഇനി മതി, ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു കുറച്ച് സ്ട്രെസ് കൂടുന്നത്. അതുവരെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു, വയസ്സ് കൂടുന്നവരും ചിലപ്പോൾ ഇനി സഭയിൽ എടുത്തില്ലെങ്കിലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു? അങ്ങനെ സഭയിൽ എടുക്കോ ഇല്ലയോ അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല, കാരണം നമുക്കറിയില്ലല്ലോ. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ മഠത്തിൽ പോകണമെന്ന് മാത്രമല്ല, ഇങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഉള്ളൂ, എനിക്കിങ്ങനെ ആൾക്കാരെ ശുശ്രൂഷിക്കണം, അപ്പം അതിനൊരു തടസ്സമില്ലാതെ ശുശ്രൂഷിക്കണം. ചിലപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ചിലപ്പോൾ അന്ന് ഏകസ്ഥ ജീവിതം നയിച്ച് ഇതിലാവാം, പക്ഷെ അത് പറയുമ്പം വീട്ടിൽ സമ്മതമല്ല, അതൊരു സേഫ് ആണെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ പിന്നെ എൻ്റെ മുമ്പിലുള്ള ഒരു മാർഗം ഇതാണ്. അപ്പോൾ ഒരു സന്യാസിനിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ ഒരു ശുശ്രൂഷ മേഖലകളിൽ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോയോട് ഞാൻ 2 കാര്യം പറയുന്നുണ്ടല്ലോ, ഈശോയെ 1 മാസത്തിൽ കൂടുതൽ റിസൈൻ ചെയ്തിട്ട് എന്നെ വീട്ടിൽ നിർത്തരുത്. രണ്ടാമതായിട്ട് ഞാൻ പറയുന്ന കാര്യം, ഞാനായിട്ട് ആരോടും ചോദിക്കത്തില്ല, ഈ ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ എൻ്റെ ദൈവവിളി ഉറപ്പിക്കത്തുള്ളൂ. അപ്പം ഞാൻ 1 മാസം പ്രാർത്ഥിച്ചു. ആ 1 മാസം പ്രാർത്ഥിച്ച് ഞാൻ 33 വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും ചെല്ലും. അപ്പം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഒക്കെ സമയത്താണെങ്കിലും എങ്ങനെയെങ്കിലും ഈ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലും. 33 വിശ്വാസ പ്രമാണം ഈ നിയോഗം വെച്ചിട്ട് ചെല്ലും. അപ്പം ആ സമയത്ത് ഈശോ ഇടപെട്ടു. അപ്പോൾ ഈ പപ്പ എന്നും ഇങ്ങനെ വിൻസെൻ്റ് പോളിലുള്ള ആളാണ്. അപ്പോൾ പപ്പ ഇങ്ങനെ ശാലോം അങ്ങനെയുള്ള മാഗസിൻസ് അടുത്തുള്ള വീട്ടുകളിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും, വിൻസെൻ്റ് പോളിൻ്റെ ശുശ്രൂഷയായിട്ട് പോകുന്ന. അപ്പോൾ അങ്ങനെ പപ്പ ഒരു ദിവസം ഞാൻ പഠിച്ച +2 സ്കൂളിൽ ചെന്നു. അപ്പം ടീച്ചേഴ്സ് എൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ടീച്ചേഴ്സിനോട് പപ്പ ഇങ്ങനെ തുറന്നു പറഞ്ഞു, അതായത് ടീച്ചർമാരല്ല, അല്ലാത്ത ടീച്ചർമാർ ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു, അവളിങ്ങനെ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ പറയും മഠത്തിൽ പോകും, ചിലപ്പോൾ പറയും ഏകസ്ഥ ജീവിതം നയിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പപ്പ അവരോട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് പപ്പ പോന്നു. അപ്പം ആ ടീച്ചർ ചെന്ന് ഞങ്ങളുടെ ഇടവകയിലുള്ള സിസ്റ്റേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞു, അവളിങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ അതുവരെ ഈ സിസ്റ്റേഴ്സ് എന്നോട് ചോദിക്കുന്നില്ല, കാരണം നമ്മൾ ഒരാളെ ഉള്ളത് കൊണ്ട് ആരും മഠത്തിൽ വരുമെന്ന് ചിന്തിക്കുന്നില്ല. അപ്പം ആ ടീച്ചർ ചെന്ന് ഈ സിസ്റ്ററിനോട് പറയുമ്പം സെപ്റ്റംബർ 20 ഞാൻ വീട്ടിൽ വന്നു റിസൈൻ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഈ സിസ്റ്റർ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് എന്നോട് വന്ന് ചോദിച്ചു, ഇങ്ങനെ മഠത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഓക്കെ. അപ്പം എൻ്റെ അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു കാര്യം ഈശോ കേട്ടല്ലോ, ഞാനായിട്ട് ആരോടും ചെന്ന് ചോദിക്കത്തില്ല. അപ്പം ഞാൻ ആ പ്രാർത്ഥിച്ച സമയത്താണ് ഈ സംഭവം നടക്കുന്നതും ആ 1 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈശോ ആ കാര്യത്തിൽ ഇടപെട്ടു. അപ്പോൾ സെപ്റ്റംബർ 20 ഞാൻ വീട്ടിൽ വന്നു.
അപ്പോൾ അതിൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്റർ കൊണ്ടുപോയി എന്നെ പാലാ പ്രൊവിൻഷ്യൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഓൾറെഡി പിള്ളേർ ചേർന്നായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കുറച്ച് നേരം നിന്നു. അപ്പോൾ അവരുടെ സന്തോഷം ഇതെല്ലാം കണ്ടു. ഞാൻ പോകാൻ തീരുമാനം ഉറപ്പിച്ചു. അപ്പോൾ ഒക്ടോബർ 20 ഞാൻ കൃത്യം അടുത്ത് ചെന്ന് ചേർന്നു. അപ്പം ഞാൻ സെക്കൻഡ് കണ്ടീഷനും പൂർത്തിയാക്കി. 1 മന്തിൽ കൂടുതൽ എന്നെ വീട്ടിൽ നിർത്തരുതെന്ന് പറഞ്ഞു. കൃത്യം 1 മന്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ 2 കണ്ടീഷൻ ഈശോയോട് പറഞ്ഞു. ആ 2 കണ്ടീഷനും ഈശോ അതേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ജോലി രാജിവെച്ചത് അല്ലേ? ഓക്കെ. അപ്പോൾ വീട്ടുകാർ ജോലി രാജിവെക്കാൻ തന്നെ പറഞ്ഞായിരുന്നു അങ്ങനെ? അല്ലെങ്കിൽ റിസൈൻ ചെയ്തോളാം പറഞ്ഞു. ഒരു തീരുമാനം എടുക്കാൻ. അങ്ങനെ അങ്ങനെയാണ് പിന്നീട് കോൺവെന്റിലേക്ക് ചേരുന്നത്. സിസ്റ്ററിന്റെ ഒരു ദൈവവിളി വളരെ സ്പെഷ്യലായിട്ട് ദൈവവിളിയാണ്. കാരണം പഠിക്കുന്നു, നേഴ്സിംഗ് പഠിക്കുന്നു, നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുമ്പോഴും ആ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്നു. പിന്നീട് അങ്ങനെ 2 കാരണങ്ങൾ വയ്ക്കുന്നു, അങ്ങനെ ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് സിസ്റ്റർ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും ഒരു ഡോക്ടർ ആവുന്നു, അല്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കുമോ എന്ന് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അത്തരത്തിൽ വലിയൊരു ഭാഗ്യം ദൈവം നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ലേറ്റ് വൊക്കേഷൻസ് അല്ലെങ്കിൽ എല്ലാവരും തന്നെ ജോലി കഴിഞ്ഞിട്ട് ഇതേപോലെ സന്യാസം അല്ലെങ്കിൽ വൈദിക ജീവിതമൊക്കെ തിരഞ്ഞെടുക്കുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരുപാട് പേര് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു മേഖലയോടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ സിസ്റ്റർ എന്താണ് പറയാനുള്ളത്? അവർക്കിപ്പോഴും ഒരിക്കലും അവർക്കൊരു നഷ്ടത്തിലേക്കല്ല അവർ പോകുന്നത്. ഭയങ്കരമായ ഒരു വലിയ ഒരു നിധിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. കാരണം അവർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ വലിയ രീതിയിൽ അവർക്ക് കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അങ്ങനെ കൂടുതൽ പുണ്യങ്ങൾ ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ദൈവവിളി ഒരു ജീവിതാന്തസ്ഥയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു മാർഗം കർത്താവ് അവർക്ക് നൽകിയ ഒരു വലിയ സമ്മാനമായിട്ട് സ്വീകരിച്ച് അതിനെ ഒരു നിധി പോലെ കണ്ട് അതിനെ കാത്തു സൂക്ഷിച്ച് തമ്പുരാൻ എന്നും നന്ദി പറഞ്ഞ് ജീവിക്കണം എന്നാണ് പറയാനുള്ളത്. സിസ്റ്ററുടെ ഭാവി സ്വപ്നങ്ങൾ, ഇപ്പോൾ ഒരു ഡോക്ടറായിട്ടുള്ള ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഡോക്ടർ ആവുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. നമ്മളിലൂടെ ദൈവത്തെ അറിയണം, നമ്മളിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിക്കണം. അവർക്കൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് കൂടെ ആയിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അവരിലോട്ട് പകർന്നു കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കുക. ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടൊന്നും നേടിയെന്ന് ഒരിക്കലും പറയാൻ ഇടയാകാത്ത വിധം കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് കർത്താവിനെ മാത്രം പകർന്നു കൊടുത്തുകൊണ്ട് രോഗി ശുശ്രൂഷ ജീവിതം നയിച്ച് സന്തോഷമായിട്ട് അവരുടെ കൂടെ ആയിരിക്കുക, അവർക്ക് സന്തോഷത്തിന് കാരണമാവുക, ദൈവമക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും സിസ്റ്റർ ഒരുപാട് നന്ദി. കാരണം നല്ലൊരു വൊക്കേഷൻ്റെ സ്റ്റോറി ആയിരുന്നു സിസ്റ്റർ നമ്മളുമായി ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. എന്തായാലും ഇത്ര നേരം നമ്മളുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.